ഈ പജേറോ എന്ന് പറഞ്ഞ മോഡല് ECU റീട്യൂണല്ല. എന്ത് മോഡിഫിക്കേഷൻ എന്നാലും അതിനുള്ള മോഡ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം നമ്മളിത് ECU റീമാപ്പ് ഉണ്ടോ, ലിമിറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ട്യൂണർ ഷോപ്പുകളൊന്നും ഈ വണ്ടി എടുപ്പിക്കില്ല. അപ്പം ഞാനതുകൊണ്ടാണ് ഗതികെട്ട് ഞാൻ ആ വീഡിയോ എന്നിട്ടത്. വിചാരിച്ച പോലെ തന്നെ കുറേ പേര് വന്നു, അതിൽ കുറേ പേര് നടക്കില്ലെന്ന് പറഞ്ഞു പോയി. 2 പേര് വിട്ടില്ല കേട്ടോ. അതിലത്തെ ഒരുത്തൻ എനിക്ക് റീമാപ്പ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ ആ ലിമിറ്റ് പുള്ളിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് വന്ന ഒരുത്തൻ ലിമിറ്റ് റിമൂവ് ചെയ്തു തന്നു, റീമാപ്പും ചെയ്തു തന്നു. അങ്ങനെ ഫൈനലി ഇറ്റ്സ് ഡൺ. ലോകത്തിലെ ഏത് മാനുഫാക്ചറുടെ ഒരു മോഡൽ വണ്ടി എടുത്താലും അതിൻ്റെ സ്റ്റോക്ക് ECയിൽ വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ആ വണ്ടി യൂസ് ചെയ്യുന്ന പലതരം ആളുകളുടെ പർപ്പസിൻ്റെ, ആവശ്യങ്ങളുടെ, ജോഗ്രഫി, ടെറൈൻ, ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ആ സ്റ്റോക്ക് EC മാപ്പിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഈ വണ്ടി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം, വലിയ അപകടങ്ങളില്ലാണ്ട് തെറ്റില്ലാണ്ട് കൊണ്ടുപോകണം. കാരണം ലിമിറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഇവർക്ക് വണ്ടി ഇറക്കാൻ അറിയാഞ്ഞിട്ടില്ല. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കില്ലേ? അവരുടെ കച്ചവടത്തെ ബാധിക്കും, അവരുടെ ബിസിനസ് ബാധിക്കും. ഓരോത് കണ്ടറിഞ്ഞിട്ടാണ് ഓരോന്നിനും തൊടലും പൂട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. എൻ്റെ പജോറിൻ്റെ പ്രശ്നത്തിലോട്ട് വരുമ്പോൾ എനിക്ക് സത്യത്തിൽ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രശ്നം ഒരു ലിമിറ്റർ ആയിരുന്നു. അതായത് 4 ലോ മോഡൽ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ 80 km/h സ്പീഡിന് മീതെ പോവില്ല. 80 സ്പീഡ് എത്തിക്കഴിഞ്ഞ സാധനം പറഞ്ഞുകൊണ്ടിരിക്കും. ആ സ്പീഡിന് മീതെ പോവില്ല. ശരിയാണ്, യൂസർ മാനുവലിൽ പറയുന്നുണ്ട് ഈ ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസ് നമ്മുടെ റിക്കവറിക്കുള്ള ഗിയർ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഓഫ് റോഡ് പോകുന്ന സ്ഥലത്തുള്ള ചില ബോളുകളിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഈ 4 ലോയിൽ നമ്മൾ 100-ലും 110-ലൊക്കെ പോകേണ്ടി വരും. എന്നാൽ മാത്രമേ എനിക്കൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെൻ്റെ ഒരു ആവശ്യമായി മാറി. ഇതൊരു പെർഫോമൻസ് മാപ്പ് ഇടുന്ന പോലെയല്ല. 80 എത്തുമ്പോൾ മാത്രം വരുന്ന ഒരു ലിമിറ്റ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ചക്കമുളഞ്ഞും കേസായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ ട്യൂണേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്കൊരു ഐഡിയ ഇല്ല. അവർ പറയണത് പജേറോ യൂസ് ചെയ്യുന്ന ആരും ഞങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു കൺസേൺ പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ്, അങ്ങനെ കൺസേൺ പറയാത്തതുകൊണ്ടാണ് അവരത് നോക്കാത്തത്. മറ്റുള്ള മോഡൽസിന് ഇതുപോലത്തെ ലിമിറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ കസ്റ്റമേഴ്സ്, ഒരു കൂട്ടം കസ്റ്റമേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അത് കൊമേഴ്ഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് ലാഭമുള്ള പരിപാടിയാണ്. അവരതിനനുസരിച്ചുള്ള ഒരു ഹാക്ക് കണ്ടെത്തി ഒരു പ്രോഗ്രാം അവർ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതിനാരും വന്നില്ല. അപ്പോൾ പെട്ടതാരാ? ഞാൻ പെട്ടു. ഞാൻ ആ പൂട്ടിൽ വീണു. പിന്നെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇവരുടെ ഈ സൈക്കോളജിയിലാണ്. ഈ ട്യൂണേഴ്സിന്റെ സൈക്കോളജി അറിയില്ലേ? പെട്ടെന്നൊന്നും ഇവരങ്ങനെ വിട്ടുകൊടുക്കില്ല. അവർ വിട്ടില്ല. എത്ര മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ പൂട്ടാണെങ്കിലും അവരത് തുറക്കും. യൂഷ്വലി എല്ലാവരും പറയുമ്പോൾ ഇത് മാപ്പിൽ സോൾവ് ചെയ്യുന്നേ പറയത്തുള്ളൂ. പക്ഷേ ഈ മാപ്പിലല്ല സോൾവ് ആയിട്ടുള്ളത്. ഈ പർട്ടിക്കുലർ കേസ് മാപ്പിലല്ല സോൾവ് ആയിട്ടുള്ളത്. സോ മൊത്തമായിട്ട് ക്രെഡിറ്റ് ഫയൽ ഉണ്ടാക്കിയ ആളാണോ, മാപ്പാക്ക് ഉണ്ടാക്കിയ ആൾക്കാണോ, ട്യൂണറിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. There were too many people involved and it was a collective effort. Driver request increased performance and fuel efficiency, increased overall volumetric efficiency. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത വഴിക്ക് ചിലപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ECU വലിച്ചു പോയേക്കാം, ECU ബ്രിക്ക് ആയേക്കാം. എപ്പോഴും പറ്റുന്ന പണിയല്ല അത്. 1 in a million ചാൻസ്, പക്ഷെ അത് കിട്ടും എപ്പോഴെങ്കിലും.